മാഷാ അല്ലാ അൽഹംദുലില്ലാ. അതാ മമ്പുറം മക്കാമാണ് കാണുന്നത് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ പോയിട്ടുണ്ടോ മമ്പുറത്തേക്ക്? മമ്പുറത്തേക്ക് പോയവരും അവിടെ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി, കോട്ടക്കുന്ന് എളുപ്പവഴി ഉണ്ട് കേട്ടോ അവിടേക്ക് പോകാൻ. അപ്പോൾ അവിടെ നിന്ന് ആ കൊടി ഇങ്ങനെ പാർന്ന് കണ്ടില്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ ഇസ്ലാമിൻ്റെ പ്രബോധകരായിട്ടുള്ള ആളുകളാണല്ലോ അല്ലേ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 33ാമത്തെ മകനാണല്ലോ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. ഹലോ, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ. നമ്മൾ ഇന്ന് ഫാമിലി എല്ലാവരും കൂടി, അതായത് ഉമ്മ ഉപ്പ ഞാൻ കുട്ടികൾ അനിയത്തി കുട്ടികൾ, ഞങ്ങളെല്ലാവരും മമ്പുറത്ത് പോവാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പുതുപ്പറമ്പിലാണ്, അതുകൊണ്ട് ചില സ്റ്റോറികളൊന്നും ഇടാറില്ല. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഞങ്ങൾ മമ്പുറത്തേക്ക് പോകണം. ഇടയ്ക്ക് മമ്പുറത്ത് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങളൊരു വൈകുന്നേരം ഒരു 3 മണിക്കാണ് കേട്ടോ പുറപ്പെടുന്നത്. അപ്പോൾ കുട്ടികളെ ബീച്ചിക്ക് പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരക്കൂടെയൊക്കെ ചെയ്തു. ഉപ്പാക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ബീച്ചിക്ക് ഇപ്പം ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു തരും. ഉപ്പാക്കൊരു ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ പോയിരിക്കുന്നത്. കുറേ ആദ്യമൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വല്ലാതെ കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾ അങ്ങനെ കൊണ്ട് പോവാറില്ല. എന്നാലും വന്നാലും ഇപ്പോൾ എവിടേക്കെങ്കിലും കൊണ്ടുപോകും കേട്ടോ. അപ്പം ഞങ്ങൾ മമ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾക്ക് ഇതുവഴിയാകുമ്പോൾ എളുപ്പവഴിയുണ്ട്, പിന്നെ അതുവഴി അങ്ങനെയും പോകാം. അങ്ങനെ ഞങ്ങൾ സമയം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ സലാത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടാവും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ അതൊക്കെ ഇന്ന് ഏതായാലും വ്യാഴാഴ്ച പോകുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങളിത് മമ്പുറം മക്കാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉപ്പ ഉമ്മയൊക്കെ ഞങ്ങൾ ഈ സാധാരണ ഗർഭിണികളായ സമയത്തൊക്കെ ഞങ്ങൾ എവിടേക്കെങ്കിലൊക്കെ നേർച്ച നേരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വലിയ മോളൊക്കെ പ്രസവിച്ച സമയത്തൊക്കെ 90 കുട്ടീനേറ്റ് അങ്ങോട്ട് പോയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെ നേർച്ച നേരും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് കഴിക്കണ് പോയിട്ട്, പിന്നെ എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെ പേന മന്ത്രിക്കാനും അതിനെന്തെങ്കിലും അങ്ങനെയൊക്കെ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായിട്ട് ഞങ്ങളിത് വീണ്ടും മമ്പുറത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്, അങ്ങനെ പോകണേക്കട്ടെ എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ മമ്പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് എണ്ണ അടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി നാഷണൽ ഹൈവേയുടെ അടുത്തെത്തി. ഇനി ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അധിക ദൂരമൊന്നുമില്ല, കുറുക്ക് വഴി എളുപ്പമുണ്ട് കേട്ടോ എത്താനൊക്കെ. ഒരുപാട് ആളുകൾ മമ്പുറത്തേക്ക് ഇങ്ങനെ വരുമല്ലോ, ഓരോ സിയാറത്തിനായിട്ടും പിന്നെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നേർച്ചകൾ ഉണ്ടായിട്ടും. അങ്ങനെ അത് ജാതിമത ഭേദമന്യേ ആളുകൾ വരുന്നൊരു സ്ഥലമാണല്ലോ മമ്പുറം എന്ന് വെച്ചാൽ. ഈ മമ്പുറം തങ്ങളെന്ന് വെച്ചാൽ ആദ്യമേ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും ഒക്കെ ഒരുപാട് ആശ്രയമായിട്ടുള്ള ആളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ ചുവട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്പുറം ചെമ്മാട് എന്നുള്ള ബസ് ഉണ്ടല്ലേ, കോട്ടക്കൽ പരപ്പനങ്ങാടി മമ്പുറം ചെമ്മാട്, ഇതൊക്കെ മമ്പുറം വഴി പോകുന്ന ബസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ അതാ നമ്മുടെ മമ്പുറത്ത് എത്തിയിട്ട്. അപ്പം മമ്പുറത്തെ പള്ളിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത് കേട്ടോ. മമ്പുറം പാലം ആദ്യമൊക്കെ നടന്നിട്ടായിരുന്നു ആൾക്കാർ പോയിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഒരു ഫ്രണ്ടിലെ പള്ളിയാണ് കേട്ടോ ഉള്ളത്. ഇനി ശരിക്കും മമ്പുറം തങ്ങളുടെ പള്ളിയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടവരും കണ്ടില്ലേ, മമ്പുറം മക്കാം ഷെരീഫ് എന്ന് ദൂരെ നിന്ന് ഞാൻ സൂം ചെയ്തപ്പോൾ കണ്ടില്ലേ, അതാ കാണുന്നതാണ് കേട്ടോ മമ്പുറം പള്ളി എന്ന് പറഞ്ഞാൽ. ഒരുപാട് വർഷങ്ങളായിട്ട് ആളുകളെല്ലാം നല്ല കാര്യത്തിനൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നിരുന്ന സ്ഥലമായിരുന്നല്ലോ. ഇപ്പോഴും ഇഷ്ടം പോലെ ആളുകൾ, നല്ല തിരക്കും ഉണ്ടാവും. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ മമ്പുറം മക്കാം ഷെരീഫ് എന്ന് എഴുതി വെച്ചിക്കണ്. അതാണ് മമ്പുറം തങ്ങളുടെ പള്ളി. വളരെയധികം ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ മമ്പുറത്തേക്ക് വരാറുണ്ട്. കാരണം ഇവിടുത്തെ ചരിത്രമൊക്കെ പറഞ്ഞു കേട്ടാൽ അത്രക്കും നമ്മുടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു മഹാനായിരുന്നു ഇദ്ദേഹം സയ്യിദ് അലവി തങ്ങൾ. അങ്ങനെ നമ്മളിത് മമ്പുറത്തിൻ്റെ പള്ളിയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി ആദ്യം ആ ഭാഗത്ത് കൂടെ ഇരുന്ന് വന്ന്, ഇപ്പോൾ പാലം വന്നുകൊണ്ട് തന്നെ സുഖമാണ്. നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇടതുഭാഗത്തേക്കുള്ള റോഡിന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മമ്പുറം മക്കാം കണ്ടില്ലേ, അവിടെ ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്താൽ തന്നെ ഇവിടെ നമ്മളിപ്പോൾ തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലൂടെ അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ ഇടത് ഭാഗത്തേക്ക് തിരിയുമ്പോഴത്തെ ഒരു കാഴ്ച പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് വരികയാണ്. 2 റോഡാണുള്ളത്. പിന്നെ അതുവഴി ഇറങ്ങിയിട്ട് നമുക്ക് ഇതുവഴിയാണ് മമ്പുറം മക്കാം ഷെരീഫിലേക്ക് ഇതുവഴിയാണ് അകത്തേക്ക് കയറാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര കച്ചവടങ്ങളായിരിക്കും കേട്ടോ, എല്ലാ രീതിയിലുള്ള കച്ചവടങ്ങൾ. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് പാർക്കിംഗ് അങ്ങോട്ടാണ്, ആ ഭാഗത്തേക്കാണ് ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട്
സ്ത്രീകളായിട്ടും ആണുങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ഫാമിലീസ് വരുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് പാർക്കിങ്ങിനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ വരുമ്പോൾ അവിടെ ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക വളണ്ടിയർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ നമ്മളെ ഇവിടെ ആളുകളെ ഇറക്കിയിട്ട് നിങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ മമ്പുറം തങ്ങളുടെ ശരിക്കൊരു വീട് കാണട്ടെ, ഒരു ഓല മേഞ്ഞ വീട്. അതും കൂടി നമുക്ക് കാണാൻ പോകണം ഇൻഷാ അല്ലാ. അപ്പോൾ ആദ്യം ഞങ്ങളെല്ലാവരും ഇവിടെ ഇറക്കിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ മമ്പുറം മക്കാമിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മഹാൻ്റെ ആ മക്ബറിൻ്റെ അടുത്ത് ഒരുപാട് നല്ല തിരക്കായിരിക്കും എപ്പോഴും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയിട്ടൊക്കെ എന്തെങ്കിലും ഒരു ചെല്ലാനൊക്കെ പറഞ്ഞെന്നാലേ നമ്മൾക്ക് അത് ചെല്ലിയ പെട്ടെന്ന് അത് റെഡിയാവും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഉമ്മ ബാഗ് മറന്നു വെച്ചു കേട്ടോ. അങ്ങനെ ഉമ്മ ബാഗൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യട്ടെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എന്ന് വെച്ചാൽ മൊത്തത്തിലായിട്ട് കച്ചവടങ്ങളൊരു ഏരിയ ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയാലോ മമ്പുറത്ത് എത്തിയാൽ ഇഷ്ടം പോലെ. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ യാറ മൂടാനുള്ള ശീലമുണ്ട്. തേനിന് കുപ്പി വേണോ, വെളിച്ചെണ്ണ കുപ്പി വേണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ നല്ല കച്ചവടം കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് വാങ്ങിപ്പിക്കുന്നത്. പക്ഷേ വില കുറവായിരിക്കും കേട്ടോ. ഇവിടെ പൊതുവേ എല്ലാ കാര്യത്തിനും വില നല്ലോണം കുറവാണ്. അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടി മക്കാം ഷെരീഫിലേക്ക് നടക്കുന്ന ഒരുപാട് ആളുകൾ പോകണം വരണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കണം. ഇവിടെയൊക്കെ കയ്യും കാലൊക്കെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സ്ഥിരമായിട്ട് ഇവിടെയുള്ള ആളുകൾ കേട്ടോ ഉണ്ട്. ഓരോ സ്ത്രീകളായിട്ടും കണ്ടില്ലേ, ഓരോ ആണുങ്ങളായിട്ടും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ചുറ്റുഭാഗം നമ്മൾ മുമ്പത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ എന്തെങ്കിലും പൈസ കരുതണം കേട്ടോ. അവരിങ്ങനെ കൈ നീട്ടുമ്പോഴേ അവരുടെ മുമ്പിലേക്കൊന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുക എന്നൊരു സന്തോഷമല്ലേ. അങ്ങനെ പല രീതിയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയപ്പോൾ രാത്രി സമയങ്ങളിൽ സ്ത്രീകൾക്ക് മക്കാം പരിസരത്ത് തങ്ങാൻ പാടുള്ള എല്ലാ വ്യാഴാഴ്ചകളിലെ സ്വലാത്തിന് സ്ത്രീകളെ അനുവദിക്കില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മക്കളെ മമ്പുറം പള്ളി കേട്ടോ. ഇതാണ് മമ്പുറം പള്ളി. അതിൻ്റെ ചുറ്റുഭാഗത്തുമായി കണ്ടില്ല പ്രാവുകൾ ഒന്നായിട്ട് കൂട്ടം കൂടി നിൽക്കുകയാണ്. ആ പ്രാവുകൾ ഇങ്ങനെ പാറി പറക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കൊടി ഈ ഒരു കൊടി എന്ന് വെച്ചാൽ നല്ല വെള്ള ഒരു കൊടിയാണ് കേട്ടോ. ആ കൊടി ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. അതുപോലെ മമ്പുറം തങ്ങളെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഇതാണ് മമ്പുറം പള്ളി. അപ്പോൾ അതിനകത്താണ് മക്ബർ ഉള്ളത്. അപ്പോൾ മക്ബർ എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് നേരിട്ട് അപ്പുറത്ത് കൂടെ പോയി കാണാൻ കഴിയും. നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടെ, അതുപോലെ മുസ്ലിങ്ങൾക്കും തന്നെ അവിടെ ഒരു വഴി ഉണ്ട് കേട്ടോ. മുസ്ലിങ്ങൾക്ക് കണ്ടില്ല, അത്യാവശ്യം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തിരക്കുണ്ട്. അപ്പോൾ മമ്പുറം മക്കാം ഷെരീഫ് അതിൻ്റെ പരിപാലനം കാര്യങ്ങളും ദാറുൽ ഹുദ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇസ്ലാമിക് വനിതാ കോളേജ്, ഹിഫുദ് കോളേജ്, ദാറുൽ ഹുദ ആന്ധ്ര ക്യാമ്പസ്, ബംഗാൾ ക്യാമ്പസ്, ദാറുൽ ഹുദ, അങ്ങനെ ഓരോ നാട്ടുകാരുടെ മഹാരാഷ്ട്ര ക്യാമ്പസ് അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ CCTV ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അകത്തേക്ക് നമ്മൾ നിസ്കാര ഹാളിലേക്കാണ് ഫസ്റ്റ് കടന്നു പോകുന്നത്. നിസ്കാര ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരുപാട് മുസ്ഹഫുകൾ, ഇതൊക്കെ നേർച്ചേർന്ന് ഒരുപാട് മുസ്ഹഫായിരിക്കും. അപ്പോൾ എല്ലാവരും നിസ്കരിക്കാനുള്ള ഇഷ്ടം പോലെ സൗകര്യം, നല്ല വിശാലമായ ഹാള്, എല്ലാവർക്കും നിസ്കാര കുപ്പായം, മുസല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് നല്ല വിശാലമായ ഒരു സ്ഥലം തന്നെ ഉണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, അസ്ർ നിസ്കരിച്ചത് അവിടെ നിന്നാണ്. അവിടുന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇനി നമുക്ക് കാണാൻ പോകുന്നത് വലിയൊരു വരിയായിരിക്കും. 2 വരികളായിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. കാരണം ഓരോരുത്തരും ഓരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ്, കല്യാണം ശരിയാകാത്തത് പറഞ്ഞ്, ഗർഭിണിയാകാത്തത് പറഞ്ഞ്, കുട്ടികൾ ഉണ്ടാകാൻ, അതുപോലെ തന്നെ മക്കൾ പഠനത്തിൽ ഉന്നത വിജയം നേടാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് വിഷമമുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഉസ്താദ് എന്ത് പറഞ്ഞു കൊടുക്കും, അലം നശ്റഹ് ഓതാനും സൂറത്തുൽ ഫത്ഹ് ഓതാനും ഇദാ ജാഅ നസ്റുല്ലാഹ്, അങ്ങനെ ഓരോ എത്ര സൂറത്ത് യാസീനുകൾ ഇതൊക്കെ ഇങ്ങനെ ഓതാനൊക്കെ ഉള്ള എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് വരുന്നുണ്ട് 2 എണ്ണം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്യൂ നിന്നിട്ട് അങ്ങനെ 2 ഉസ്താദുമാരാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളും ക്യൂവിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കബറുകളാണ് കേട്ടോ. കബറുകളുടെ ഇടയിലൊക്കെ നല്ല മനോഹരമായ ചെടികളായി കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു കബറുകൾ മരിച്ചുപോയ ആളുകളുടെ പേരും ഡീറ്റെയിൽസും വർഷവും ഒക്കെ ഇവിടെ എഴുതി വെച്ചേക്കണം കേട്ടോ. ഈ ഇതൊക്കെ പള്ളിക്കാടിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ശരിക്കും മെയിൻ മക്ബർ ഇതിൻ്റെ ഉള്ളിലാണിത്, ഈ ഗിൽസിൻ്റെ അപ്പുറത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മക്ബറുകളും അവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഒക്കെ നമ്മളൊക്കെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ പിന്നെ പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ,
വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഒക്കെ സ്വന്തം ഉത്തരവാദിത്തം സൂക്ഷിക്കുക. കാരണം വെച്ചാൽ ഒരുപാട് സ്ത്രീകളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കാര്യം ശ്രദ്ധിക്കണം. കാരണം പല രീതിയിലുള്ള ആളുകൾ വരുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും എവിടെയാണ് മക്കയിൽ മദീനയിൽ വരെ മോഷ്ടിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ രീതിയിൽ ഇതാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ കണ്ടില്ലേ, ജസ്റ്റ് എന്തെങ്കിലും വിഷമങ്ങൾ പറയും, അതിനുള്ളൊരു പരിഹാരം പറഞ്ഞു കൊടുക്കും. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അനശ്വറ ഓതാനും അങ്ങനെയൊക്കെ തേനിൽ മന്ത്രിച്ച് കൊടുക്കാനും, അതേപോലെ തേന് കൊണ്ടുപോയി മന്ത്രിച്ച് തരും, വെള്ളം അവിടുന്ന് വെളിച്ചെണ്ണ കിട്ടും, അരി കിട്ടും, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർ 2 ഉസ്താദുമാർ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. അവിടുന്ന് ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ പിന്നെ നമ്മുടെ ഉദ്ദേശം ഒക്കെ അങ്ങോട്ട് റെഡിയാകുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒക്കെ ശരിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, 2 ഖബറുകൾ അവിടെ അപ്പുറത്ത് ഒന്നുണ്ട്. ഇത് ഒരുപാട് വർഷങ്ങൾ മുമ്പത്തെ ഖബറാണ്. നമ്മൾക്ക് ചെറുപ്പം മുതൽ തന്നെ കാണുന്ന അന്ന് മുതലേ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇവരുടെ ആരൊക്കെയാണ് അന്ന് തോന്നുന്നു, കുടുംബങ്ങളൊക്കെ തങ്ങൾമാരാണല്ലോ ഫുള്ള്. സയ്യിദ് ലവി തങ്ങൾ അഹ്ലു ബൈത്തിൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ബാക്കിയൊക്കെ ഉൾഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ഖബറുകളൊക്കെ ഇങ്ങനെ എല്ലാവരും കണ്ടില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും ഉസ്താദിനോട് ഓരോ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ഉസ്താദ് അതിൻ്റേതായ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ജസ്റ്റ്. അത് ശരിക്കും മുഖത്തൊന്നും നോക്കാതെ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ഇങ്ങനെ ഒരു കൊടിയുണ്ട്. ആദ്യമൊക്കെ ഒരു കൊടി കൊണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ എല്ലാവരും ഒഴിയായിരുന്നു. ഇപ്പോൾ അതവിടെ അങ്ങനെ വെച്ചേക്കാണ്. അത് ആവശ്യമുള്ളവർ അങ്ങനെ, വിശ്വാസമുള്ളവർ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഒരുപാട് ദൂരം നിന്നൊക്കെ ആളുകൾ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ മമ്പുറം പള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. മോനെയും കൊണ്ട് പോയതായിരുന്നു അതിൽ. അപ്പോൾ അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഒരു മനുഷ്യൻ കണ്ടില്ലേ, ഇദ്ദേഹം ഇങ്ങനെ കുറേ കാലങ്ങളായി ഇവിടെ ഉള്ള ഒരാളാണ് കേട്ടോ. ഇദ്ദേഹത്തിന് എല്ലാവരും ഇങ്ങനെ ക്യാഷ് വെച്ചാൽ കാലുകൊണ്ടും തീരെ ശേഷിയില്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെ മക്കാം കൗണ്ടർ കാര്യങ്ങൾ, നേർച്ചയ്ക്കുള്ള പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആയിട്ട് കൊടുക്കൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇനി ഒരുപാട് കച്ചവടങ്ങളെ സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ട്. ഒരുപാട് സ്വീറ്റ് ഐറ്റംസുകൾ, മിഠായികൾ, അതുപോലെ ഫാൻസി ഐറ്റംസ്, തൊപ്പികൾ, തസ്ബീഹ് മാല, അതുപോലെ ഇങ്ങനെ ഒട്ടിക്കണ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണ അങ്ങനത്തെ സംഭവങ്ങൾ, കാര്യങ്ങൾ. സ്ത്രീകൾക്ക് മക്കാമിലേക്കുള്ള വഴി കണ്ടത് ഈ ഭാഗത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി പോവുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉപ്പാൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട് നല്ല അടിപൊളി റോസ് അച്ചാർ, മാങ്ങ അച്ചാർ, ചെമ്മീനച്ചാർ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറിൻ്റെ വിൽപ്പനയൊക്കെ ഉണ്ട്. ഇവിടെ പൊതുവെ വില കുറവാണ് കേട്ടോ എല്ലാത്തിനും. ആദ്യമൊക്കെ ഫാൻസിയൊക്കെ പോകുമ്പോൾ നല്ല കുറവാണ്. പിന്നെ നല്ല അതിമനോഹരമായ മോതിരങ്ങൾ, കാര്യങ്ങൾ, വളകൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, ഫാൻസി ഐറ്റംസുകളുടെയൊക്കെ ഒരു വിപുലമായ ശേഖരം. പിന്നെ കുന്തിരിക്കം തിരിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഒരു ചന്ദനത്തിരിയൊക്കെ 2 എണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കാറിലൊക്കെ വെക്കണ ഈ ഒരു അത്തർ ഒഴിക്കണ സംഭവങ്ങൾ കണ്ടില്ലേ, അങ്ങനത്തെ ടൈപ്സുള്ള നല്ല ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ. ഇതിലിങ്ങനെ അത്തർ ഒഴിച്ചാൽ വണ്ടിയിലൊക്കെ വെക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കില്ല. പിന്നെ നല്ല ചിരടുകൾ. മമ്പുറത്ത് എത്തുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവില്ലേ. തസ്ബീഹ് മാലകൾ, അതുപോലെ ദിക്റ് ചെല്ലണ ഒരു മെഷീന്, പിന്നെ മാലകൾ, മുത്തുമാലകൾ, കൈമഴ, അതൊക്കെ നല്ല ഭംഗി, നല്ല വിലക്കുറവിലൂടെ കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ വാതിൽമേലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ, അതിൻ്റെയൊക്കെ ഒരുപാട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ നമ്മളെ വിളിക്കും കേട്ടോ അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉപ്പ എന്തോ സ്പെഷ്യലായിട്ട് എന്തൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഉമ്മ അങ്ങനെ ചോദിക്കണം കേട്ടോ, അതെന്തോ ഒരു സാധനം. അതുക്കാറാണ്. അതുക്കാർ ഉമ്മാൻ്റെ പറ്റ കീറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നല്ല മുതലാവുമല്ലോ ഇതൊക്കെ. അത്യാവശ്യമായിട്ടുള്ള ഖുർആൻ, ചെറിയ സൂറത്തുകളും കാര്യങ്ങളും ഹദീസുകളൊക്കെ ഉള്ള സംഭവമാണിത്. നല്ല സുഖമാണല്ലോ ഇതുണ്ടായാൽ. മറ്റേ വേറൊരു ഏടിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ അത് വാങ്ങി. ഇത് പിന്നെ വേറെ എന്തോ ഒരു സംഭവം എന്തോ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തോ അറിയില്ല, എന്തോ ചന്ദനത്തിരിയോ അങ്ങനെ എന്തോ ഒരു സംഭവം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതല്ലേ, ഇൻ ശക്കർത്തും ല അസീദന്നക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ കാണുന്നിടത്ത് നമ്മൾ ഇത് എഴുതി വെക്കണം എന്നൊക്കെയാണല്ലോ ഓരോ ഉസ്താദുമാരുടെ പ്രഭാഷണത്തിലേക്ക് കേൾക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ട് അതിങ്ങനെ വാങ്ങണം എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ ഞങ്ങളെ നാട്ടിലുള്ളൊരു ഉസ്താദിനെ കണ്ടു കേട്ടോ ഇവിടെ വെച്ചിട്ട്. ഈ ഉസ്താദ് എന്ന് വെച്ചാൽ എന്താ പറയുക, മമ്പുറത്തും ഒക്കെ നിൽക്കുന്ന ഒരു ഉസ്താദൊക്കെ തോന്നുന്നുണ്ട്. ഉപ്പാൻ്റെ ഒപ്പം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു നാട്ടുകാരൻ കൂടിയാണ്.
അപ്പോൾ അത് ഉപ്പാനെ കണ്ടപ്പോൾ ഓരോന്ന് സംസാരിച്ചൊക്കെ ചെയ്തു. ഫുഡ് ഇവിടെ ഉണ്ട്, എല്ലാവരും ഫുഡ് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കണ്ടിട്ടപ്പോൾ ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നുണ്ട്. ബിരിയാണിയാണ് കേട്ടോ, ബിരിയാണി എല്ലാവർക്കും ഇങ്ങനെ ഇതാ കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി, അത് ആരോ നേർച്ചേർന്ന് കൊടുത്തതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ പൊതി, ഞങ്ങൾ 2-3 പൊതി ഞങ്ങൾ വാങ്ങി. എല്ലാവർക്കും ഓരോ പെട്ടി, ഓരോ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഒന്നിൽ തന്നെ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കണം, വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇത് ഞാരുടെ വകയായിട്ടാണ് എന്തോ അറിയില്ല. അപ്പുറത്തുണ്ടായിരുന്നു പായസം, അത് ഞങ്ങൾ കുടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഞങ്ങളൊരു ഫാൻസിൻ്റെ മുമ്പിലെത്തി. ആ ഫാൻസിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഇതവിടെ ഒരുപാട് സാധനങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. അതൊന്നും വല്ലാതെ കാണിക്കണില്ല. സഫമോൾക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് വാങ്ങിക്കൊടുത്തിട്ടോ. അതേ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളൂ, കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. കുട്ടികളെന്താ മോതിരം എന്തൊക്കെ ഇങ്ങനെ നോക്കണേ കണ്ടിരുന്നിട്ടാ. പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ മാഷാ അല്ലാഹ്, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റണോ അങ്ങനത്തെ ടൈപ്സിലുള്ളതൊക്കെ ഉണ്ട്. ഇതുപോലുള്ള വളകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണില്ല. നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് മമ്പുറന്തങ്ങളുടെ താമസിച്ച വീടാണ് കേട്ടോ. മറ്റേ പള്ളിയാണ് നമ്മൾ കണ്ടത്. അപ്പം മമ്പുറന്തങ്ങൾ താമസിച്ച വീട് അത് നമുക്ക് നാളത്തെ ആ വീഡിയോയിൽ കാണിക്കട്ടെ. ഇന്നിപ്പോൾ സമയമില്ലല്ലോ. അപ്പോൾ അതാ കാണുന്നതാണ് വീട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.